ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനേ നമ്മുടെ എന്താ പറയണേ മിറാക്കിൾ ഫ്രൂട്ടില്ലേ, മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ സംഭവത്തിൽ നിറച്ച് ഇപ്രാവശ്യം പൂത്ത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഒത്തിരി അധികം നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അത് നോക്കി, ഇത് നമ്മുടെ ചെറിയ തൈ അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കണ്ടോട്ടോ, നോക്ക്, ഓരോ ഇതിലും കണ്ടോ പൂത്ത് നിൽക്കണുണ്ടോ മിറാക്കിൾ ഫ്രൂട്ട്. ഇനി ഇത് എത്രത്തോളം കായ പിടിച്ച് കിട്ടും എന്നൊന്നും അറിയില്ല. ഇത് നിറയെ അങ്ങനെ അടിയേന്ന് കൊമ്പ് തുടങ്ങി നിറയെ കംപ്ലീറ്റ് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇപ്രാവശ്യം, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ചെടി. ഇപ്രാവശ്യം എന്താ ഇത്രയും കൂടി ഇങ്ങനെ മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇവിടെയൊക്കെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. കണ്ടോ, ഇവിടെയെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊടുത്താൽ, പക്ഷേ എന്നിട്ട് അതിനകത്തുനിന്ന് ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് 3 ബ്രാഞ്ചായിട്ട് തിരിഞ്ഞു. അപ്പോൾ അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ വേറെ എന്താ ഇന്ന് കാണിക്കാനുള്ളത്? ഇന്ന് നമ്മുടെ പിന്നെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ടയില്ലേ, ഈ സപ്പോർട്ടയ്ക്ക് ഉണ്ടായിരിക്കണതിനകത്ത് ഉറുമ്പ്, അതിൻ്റെ ചുവട്ടിലും അതിൻ്റെ ഇതിനകത്ത് ഉറുമ്പ് കയറുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിനകത്തെ മണ്ണ് നിറയെ പുറ്റുമണ്ണ് നിറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അതെല്ലാം എടുത്ത് കളഞ്ഞ് പിന്നെ ഇങ്ങനെ റെഡിയാക്കി ഇപ്പോൾ നിർത്തിയേക്കുക. ഇതിനകത്ത് കടിഞ്ഞൂലുണ്ടായിരുന്നു. അതായത് നോക്കി, ഇത്രയേ ഉള്ളൂ കൊമ്പ്, ആകെ ഇത്രയേ ഉള്ളൊരു ചെറിയ തയ്യ. അതിനകത്ത് എനിക്ക് ഒരെണ്ണം കിട്ടിയായിരുന്നു. ഇപ്പോൾ ഈ 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങ് വളർന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഈ വാഴയൊക്കെ ഇങ്ങനെ ഇത് ചോലയായിട്ട് നിൽക്കണോണ്ട് ആണെന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ ഇത്രയും വലുതാവാൻ അതിനുള്ള ഗ്യാപ്പ് ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ ഇത് വാഴകളെ ഇത് കളഞ്ഞാൽ മാത്രമേ അതൊന്ന് റെഡിയായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുവരത്തേക്ക് ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അത് നമ്മുടെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇത്രയും വലുതായിട്ടോ. ഇതിന് എന്നെ പറയുന്ന മൂസമ്പി ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു തൈകളായിരുന്നു. ഇപ്പോൾ അതാ എന്നെക്കാളും വലിപ്പം വെച്ച് അവർ നിൽക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ചോലയും കൊണ്ടൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇത് നമ്മുടെ കുടംപുളിയാണേ. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണിച്ച് തന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ഇതിനകത്ത് നമ്മുടെ കറിവേപ്പ് നട്ടത്, കറിവേപ്പ് ചോറും കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നിൽക്കുന്നതാണോ കാണുന്നത്. അത്രയൊക്കെ വലുതായി നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. അതിനകത്ത് ഞാൻ 2-3 നാരങ്ങയൊക്കെ പറിച്ചെടുത്ത് നമ്മൾ ജ്യൂസ് അടിച്ചായിരുന്നു കേട്ടോ. നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ബാലി തായ്ലൻഡ് ചാമ്പയാണ്. അടുത്ത വർഷത്തേക്ക് കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഇത് നമ്മുടെ ചെറുനാരകത്തിൽ ഇതുവരെ ഉണ്ടായില്ല, ഇത്രയായി. ഈ വർഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. കാരണം അതങ്ങനെ. അപ്പോൾ പിന്നെ ഇന്ന് കാണിക്കാനുള്ളത് നമ്മുടെ അങ്ങനെ ബഡ് പേര മേടിച്ച് നട്ടായിരുന്നില്ലേ, നമ്മൾ ബഡ് പേര നട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ചെറിയ കാന്താരിയിൽ ഇഷ്ടം പോലെ കാന്താരി മുളക്, കുഞ്ഞ് കാന്താരി കേട്ടോ അതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കാണിക്കാൻ വന്നത് കപ്പങ്ങ പഴുത്ത് തുടങ്ങി, പഴുക്കാറായിട്ടുണ്ട്, കളറൊക്കെ മാറി. പിന്നെ ഞാൻ കാണിക്കാൻ വന്നത് ഇത് പേര, നമ്മുടെ ബഡ് തൈ. ഇതിൻ്റെ ഉള്ളിൽ നല്ല റെഡാട്ടോ. എത്ര എണ്ണാന്ന് നോക്കിക്കേ. ഒരു ഇതിൽ തന്നെ 2, 4, 6, 7, 8, 10, 11, 12, 13, 14, 15, 16 അങ്ങനെ ഇതിലെല്ലാം ഇങ്ങനെ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. അതിപ്പോൾ അടുത്ത ദിവസം പറിക്കാറായി. ഒരു 2, 3, 4 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് ഇത് ആവൂട്ടോ. ഇത് കുറച്ചും കൂടി വലിപ്പം വയ്ക്കുള്ളൂ അതിനകത്ത്. അതങ്ങ് റെഡിയായിട്ട് വരും അടിപൊളിയായിട്ട്. ഉള്ളിൽ നല്ല ടേസ്റ്റ്. അത് പഴുത്ത് കഴിയുമ്പോൾ ഒത്തിരി പഴുക്കാതെ ഒരു മീഡിയം പരുവത്തിലൊക്കെ വെച്ചാൽ. ഇതെല്ലാം നമ്മുടെ റെഡ് ലേഡി പപ്പായ. നോക്കിയേ, ഇതിൻ്റെ വലിപ്പം നോക്കിക്കേ, കണ്ടോ, ഇത്ര വലിയ കപ്പങ്ങ കേട്ടോ. ഒരുപാട് വലിപ്പം കൂടിയ നീളമുള്ള കപ്പങ്ങ. ഇങ്ങനെ പഴുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കുക. നോക്കിയിരിക്കുക, അടിപൊളി ടേസ്റ്റാണ്. നല്ല ഉള്ളിൽ നല്ല റെഡ് കളറൊക്കെ ആയിട്ട്. ഇത് അത് തന്നെ, പക്ഷേ ഇത് ഉണ്ട കേട്ടോ. ഇത് നീളൻ. ഓക്കേ.
അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.